രോഹിത്തിന്റെ മുടിയൊക്കെ വെട്ടി സുന്ദരനാക്കി അവനുള്ള ഭക്ഷണവും ഒക്കെ കൊടുത്ത് അതിനുശേഷം രോഹിത്തുമായി കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അലീന പറയുന്നുണ്ട്, അതെ, ഒരു കാര്യം നീ ഓർക്കണം, എന്നും നിനക്ക് ഈ മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കാൻ ഇങ്ങനെ പറ്റില്ല. ഒരു ദിവസം പുറത്തിറങ്ങി എല്ലാവരുടെയും കൺമുമ്പിൽ കൂടി നടന്നേ മതിയാവുകയുള്ളൂ. അത്രയും കേൾക്കുമ്പോഴേക്ക് അവനൊന്ന് ഞെട്ടുന്നുണ്ട്. രോഹിത്തിന് പുറത്തിറങ്ങുകയും ആൾക്കാരെ ഫേസ് ചെയ്യുകയും ചെയ്യുന്ന കാര്യം അത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അലീനയുടെ വാക്കുകൾ കേട്ടപ്പോഴേക്കും അവനിലുണ്ടായ അസംതൃപ്തി അത് അവൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുത്ത് അലീന വീണ്ടും പറയുകയാണ്, അതെ, നീ ഒന്ന് സീരിയസ് ആയിട്ട് മനസ്സിലാക്ക്. ഇനി നീ ഇങ്ങനെ മുറിക്കുള്ളിൽ അടച്ചിരിക്കാൻ പാടില്ല. വെളിയിലേക്ക് ഇറങ്ങണം, ആളുകളുമായിട്ടൊക്കെ ഇടപഴകണം, നിർത്തിവെച്ച പഠനം തുടരുകയും വേണം. ചേച്ചി, എനിക്കിനി പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാര് പറഞ്ഞു? നിനക്കൊരു തെറ്റുപറ്റിപ്പോയി, അതിൻ്റെ പേരിൽ നിന്റെ ഭാവി നശിപ്പിക്കണോ? തെറ്റുപറ്റാത്തവരാരാ മോനെ ഉള്ളത്? നല്ല മനസ്സുള്ളവരെ സ്വയം മനസ്സിലാക്കി പിഴവ് തിരുത്തി മുൻപോട്ട് പോകും. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. ഹരി എന്നെ ചതിക്കുകയായിരുന്നു. കൊള്ളാം. അങ്ങനെ മറ്റൊരാളുടെ മേലെ എല്ലാ കുറ്റവും കെട്ടിവെച്ച് ഒഴിഞ്ഞു മാറരുത്. നീ അത്രയ്ക്ക് നിഷ്കളങ്കനൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഞാനിവിടെ വന്നിട്ട് എത്രയോ മാസങ്ങളായി. അലീന ബോധപൂർവം പരുഷമായ സ്വരത്തിലാണത് പറഞ്ഞത്. അത് കേട്ടപ്പോഴേക്കും രോഹിത്ത് ഒരു നിമിഷം ഒന്ന് അന്താളിച്ചു പോയി. അവൻ ജാമ്യം കിട്ടി വീട്ടിൽ വന്ന ദിവസം മുതൽ ഈ നിമിഷം വരെയും അലീന അവനോട് വാത്സല്യത്തോടും സൗമ്യതയോടും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അവനെ ഇരുട്ടിൽ നിന്നും താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ അവളുടെ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇപ്പോഴും അവൻ്റെ ഒരേ ഒരു ഊന്നുവടി. രോഹിത്ത് മെല്ലെ പഴയ ചിന്തകളിലേക്ക് വീണ്ടും പോവുകയാണ്. ഈ സമയത്ത് അവൻ്റെ ചിന്തകളിൽ നിന്ന് അവനെ മടക്കി വിളിച്ചുകൊണ്ട് അലീന വീണ്ടും ചോദിക്കുകയാണ്, അതെ, അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും 500 രൂപ നോട്ടുകൾ അടിച്ചു മാറ്റിയിരുന്നത് നീ ആയിരുന്നില്ലേ? അത് കേൾക്കുമ്പോഴേക്കും വീണ്ടും രോഹിത് ഒന്നും ഞെട്ടുന്നുണ്ട്. അവൻ്റെ മനസ്സ് പറയുകയാണ്, അലീന ചേച്ചി അതും കണ്ടുപിടിച്ചിരിക്കുന്നു. അന്നാളുകളിൽ അലീനയാണ് മോഷ്ടാവെന്ന് വീട്ടിലുള്ളവർ കരുതിയിരുന്നു. അവളിൽ മോഷണക്കുറ്റം ചുമത്തുവാൻ അവനും ഉത്സാഹിച്ചിരുന്നു. പക്ഷേ അലീന എല്ലാം മനസ്സിലാക്കിയിരുന്നുവെന്ന് അവൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. വീണ്ടും അലീന ചോദിക്കുകയാണ്, എൻ്റെ അടുത്ത് നീ മോശമായി പെരുമാറിയിട്ടുണ്ട്, ഒന്നല്ല പലവട്ടം. ഒരിക്കലൊരു പെൺകുട്ടിയെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു, ഇതേ മുറിയിൽ. നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? രോഹിത്ത് മെല്ലെ തലയാട്ടി. അവളുടെ മുഖത്ത് നോക്കുവാൻ അവന് ധൈര്യമില്ല. അവന് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു, കണ്ണുകളൊക്കെ നിറഞ്ഞു. അത് കണ്ടുകൊണ്ട് അലീന വീണ്ടും പറയുകയാണ്, അല്ല, ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്യാനുള്ള ഒരു ഉൾപ്രേരണ അത് നിനക്ക് എപ്പോഴൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. ഹരി വിളിച്ചപ്പോൾ നീ അന്തിനാട്ട വീട്ടിലേക്ക് പോയത് അവിടെ ബർത്ത്ഡേ പാർട്ടിയാണ് നടക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണോ? ദിവസങ്ങൾക്ക് മുമ്പേ എല്ലാം പ്ലാൻ ചെയ്തിരുന്നതല്ലേ? അവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ വീണ്ടും ഒരു ഞെട്ടലോടെ രോഹിത്ത് ദയനീയമായി അലീനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അറിയായിരുന്നു ചേച്ചി. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. നീ അവിടേക്ക് പോയത് നല്ല ഉദ്ദേശത്തിലാണോ? അല്ലല്ലോ. ഒരേങ്ങലോടുകൂടി രോഹിത്ത് തലയാട്ടി. അല്ല, പിന്നെ എന്തിനാണ് ഈ ഹരിയെ മാത്രം നീ പഴിച്ചാരുന്നത്? നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് സമ്മതിക്കാൻ എന്താ ഇത്ര മടി? ഹരി എന്നെ പറ്റിച്ചതാണ് ചേച്ചി. ഇത് പറയുമ്പോഴേക്കും അവൻ വിങ്ങി പൊട്ടിപ്പോയി. കണ്ണുനീർ ഇരികവളിൽ കൂടിയും ധാരധാരയായി ഒഴുകുകയാണ്. പെട്ടെന്ന് രോഹിത്തിൻ്റെ തന്നെ ഷർട്ടിൻ്റെ തുമ്പ് പിടിച്ച് അലീന അവൻ്റെ കണ്ണുകളും കവിളും ഒക്കെ തുടച്ചിട്ട്, ഏയ്, എന്താണിത്? ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നീ സങ്കടപ്പെടാൻ വേണ്ടിയല്ല. നമ്മുടെ തെറ്റുകളൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതിന് പറ്റുകയാണെങ്കിൽ നമ്മൾ പ്രായശ്ചിത്തവും ചെയ്യണം. ഇത് പറഞ്ഞുകൊണ്ട് മൃദുവായി അവൻ്റെ നെറുകയിൽ അവൾ തലോടി. അല്പനിമിഷത്തെ മൗനത്തിന് ശേഷം രോഹിത്ത് പറയുകയാണ്, ചേച്ചി, എനിക്കെല്ലാം അറിയായിരുന്നു. ഹരി എൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞു, ഒരു പെണ്ണിനെ കൊണ്ടുവരാം, പറയുന്ന സ്ഥലത്ത് വന്നാൽ മതി. ആ പെണ്ണും സോമനസാലയെ തന്നെയാണ് വരുന്നത് എന്ന്. ദിവസവും സ്ഥലവും സമയവും ആ പെണ്ണിനെയും കൂട്ടുകാരെയും എല്ലാം നിശ്ചയിച്ചത് ഹരി തന്നെയായിരുന്നു. കൂട്ടുകാരുണ്ടെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ഹരി സ്നേഹിച്ച പെണ്ണാണെന്നും പറഞ്ഞിരുന്നില്ല. എന്നോട് ഇഷ്ടമുള്ള കുട്ടിയാ, എല്ലാം എനിക്ക് വേണ്ടി മാത്രമാ എന്നൊക്കെ എന്നെ ധരിപ്പിച്ചിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഹരിയുടെ ഉദ്ദേശം വേറെയായിരുന്നുവെന്നും ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ചതിക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യമെന്നും. വീണ്ടും രോഹിത്തിൻ്റെ കൺകോണുകളിൽ കൂടി കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. അത് കണ്ടുകൊണ്ട് അലീന ഒരു ടവലെടുത്ത് അവൻ്റെ കണ്ണും മുഖവും ഒക്കെ തുടച്ചു, മൂക്ക് പിഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഓക്കെ, എനിക്ക് മനസ്സിലായി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സിൽ മോശമായൊരു വിചാരം ഉണ്ടായിരുന്നു ഇല്ലേ? അതുകൊണ്ടല്ലേ ഹരി വിളിച്ചപ്പോൾ നീ പോയത്? രോഹിത്ത് വിതുമ്പിക്കൊണ്ട് തലയാട്ടി. ഉണ്ടായിരുന്നു ചേച്ചി. ഹരി എൻ്റെ അടുത്ത് പറഞ്ഞു അലീന ചേച്ചിയും അച്ഛനും തമ്മിലുള്ള അടുപ്പം ചീത്തയാണെന്ന്. അത് കാരണമാണ് അമ്മ പിണങ്ങിപ്പോയതെന്ന്. അച്ഛനിങ്ങനെയൊക്കെ ആകാമെങ്കിൽ മകനും എവിടം വരെ പോകുമെന്ന് കാണിച്ചു കൊടുക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞെന്നെ വാശി കയറ്റി. അച്ഛനോടും അലീന ചേച്ചിയോടും പ്രതികാരം ചെയ്യുവാൻ അതാണ് ഏറ്റവും പറ്റിയ മാർഗമെന്ന് എന്നോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ എല്ലാവരോടും ദേഷ്യമായിരുന്നു, വെറുപ്പായിരുന്നു. ശരി, ഓക്കെ. എന്നാലും മനസ്സിലുണ്ടാകുന്ന ദുഷിച്ച ചിന്തയല്ലേ ചീത്തയായ പ്രവൃത്തിയിലേക്കൊക്കെ വഴി കാട്ടുന്നത്. നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ കൊണ്ട് മോശമായത് ചെയ്യിക്കാൻ പറ്റുവാടാ.
ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ചീത്തയാ, ഞാൻ സമ്മതിച്ചല്ലോ. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പിഴച്ചു പോയത്. ഇത്രയും പറഞ്ഞിട്ട് അവൻ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. അലീന വീണ്ടും അവനെ പിടിച്ചിരുത്തി. നീ എങ്ങോട്ടായി എഴുന്നേറ്റ് പോകുന്നത്? അവിടെ ഇരിക്കേ. ഇത്രയും പറഞ്ഞിട്ട് രോഹിത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ശിരസിൽ തഴുകിയിട്ട് പറയുകയാണ്, ഇപ്പോൾ എൻ്റെ മോൻ ചീത്തയല്ല, നല്ല കുട്ടിയാ, എനിക്കറിയാം നിന്നെ. ഇത് പറഞ്ഞിട്ട് അവൻ്റെ മുഖം തൻ്റെ ഉടലിലേക്ക് ചേർത്തണച്ചു. അവളുടെ ഉടുപ്പിൽ അവൻ്റെ കണ്ണുനീർ പുരണ്ടു. അവൻ തേങ്ങുന്നത് അവൾക്ക് നന്നായി തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടായിരുന്നു. അലീന അവൻ്റെ നെറ്റിയിലും കവിളത്തും തലോടി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമേ തെറ്റ് സമ്മതിക്കാൻ പറ്റൂ. അതിനേക്കാൾ നന്മയുള്ളവർക്കെ പശ്ചാത്തപിക്കാൻ കഴിയൂ. തെറ്റ് തിരുത്താനുള്ള സന്മനസ് അതിനേക്കാളും എത്രയോ വലുതാണെന്നറിയുമോ? അതുകൊണ്ട് എൻ്റെ മോൻ സമാധാനത്തോടെ ഇരിക്കെ, എല്ലാം ശരിയാകും. ഇത് പറഞ്ഞ് അലീന ആ റൂമിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അന്ന് വൈകുന്നേരം അലീന ബാലചന്ദ്രമേനോനെ സമീപിച്ച് രോഹിത്തിനെ കൂട്ടി പുറത്തു പോകുവാനുള്ള ഒരു അനുവാദം ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് വേണോ മോളെ? അവൻ അസുഖം കഴിഞ്ഞ് എഴുന്നേറ്റതല്ലേ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നുമില്ലച്ചാ. അല്ല, എവിടെ പോകാനാണ്? വെറുതെ ഒന്ന് നടക്കാനാ. അല്ല, അവൻ വരുമോ നിന്റെ കൂടെ? കാരണം ഇവിടെയുള്ളവരെ തന്നെ ഫേസ് ചെയ്യാൻ അവന് മടിയാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ അവൻ നിന്റെ കൂടെ പുറത്തേക്ക് വരുമോ? അച്ഛനൊന്ന് യേസു പറഞ്ഞാൽ മാത്രം മതി, ഞാൻ അവനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് കൊണ്ടുപോയിക്കൊള്ളാം. ഓ ശരി, നിന്റെ ഇഷ്ടം. അത്രയും കേട്ടപ്പോഴേക്കും അലീന തൻ്റെ മുറിയിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. ടൗണിൽ പോയപ്പോൾ വാങ്ങി വെച്ചിരുന്ന മുണ്ടും ഷർട്ടുമായി അവൾ രോഹിത്തിൻ്റെ മുറിയിലേക്ക് വേഗം കയറി ചെന്നു. എന്നിട്ട് രോഹിത്തിനോട് പറയുകയാണ്, ഡാ, ഈ ഡ്രസ്സൊന്നിട്ടെ, കൊള്ളാവൊന്നും നോക്കട്ടെ. പെട്ടെന്ന് രോഹിത് ഒന്ന് ഞെട്ടിക്കൊണ്ട്, ഇതെന്തിനാണ് ഇപ്പോഴിതൊക്കെ ഇട്ട് നോക്കുന്നത്? ഞാനൊന്ന് കാണട്ടെന്നേ, മുണ്ടും ഷർട്ടും ഒക്കെ നിനക്ക് ഇണങ്ങുമോന്ന് എനിക്കൂടെ ഒന്ന് അറിയണ്ടേ. അലീന ഈ മുണ്ടും ഷർട്ടും അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് വേഗം തൻ്റെ മുറിയിലേക്ക് പോയി. തുടർന്ന് അവൾ വേഷം മാറിയെത്തി. ആ സമയത്ത് രോഹിത് കസവും മുണ്ടും എടുത്ത് ക്രീം നിറത്തിലുള്ള ഷർട്ടും തിരിച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഭംഗി നോക്കുകയായിരുന്നു. അലീന അവനെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, ആഹാ, കൊള്ളാലോ, സുന്ദരനായിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി നീ വണ്ണം വെക്കണമായിരുന്നു. സാരമില്ല, നമുക്ക് ശരിയാക്കാം. അപ്പോൾ രോഹിത്, അല്ല, എനിക്ക് മുണ്ടെടുത്ത് നടക്കുവാൻ അത്ര പ്രാക്ടീസ് ഒന്നുമില്ല. സാരമില്ലടാ, ആ പാൻറ്റിൽ കിടക്കുന്ന ബെൽറ്റില്ലേ, അത് അഴിച്ച് അരയിലോട്ടങ്ങ് കെട്ടിക്കോ ഇതിൻ്റെ പുറത്തേക്ക്. അതെന്തിനാ? ഇപ്പോൾ ഇതങ്ങോട്ട് അഴിച്ചു വെക്കാനുള്ളതല്ലേ? അല്ലല്ലോ, നമ്മളിപ്പോൾ പുറത്തേക്കൊന്ന് പോവുകയാ. പുറത്തോ? പുറത്തെവിടെ? ഒരമ്പരപ്പോട് കൂടിയാണ് രോഹിത് അത് ചോദിച്ചത്. എവിടാണെങ്കിലും എന്താ, എൻ്റെ കൂടെ അല്ലേ? ചേച്ചി, ഞാനില്ല, എന്നെ വിളിക്കരുത്, എനിക്ക് പറ്റില്ല. എടാ, ഞാനല്ലേ വിളിക്കുന്നത്, എൻ്റെ കൂടെ നിനക്ക് വന്നാലെന്താ? നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരുന്നാൽ മതിയോ? പുറത്തേക്ക് ഇറങ്ങണം, കാറ്റും വെളിച്ചവും ഒക്കെ പുറത്തുണ്ട്, അതൊക്കെ ഒന്ന് കൊള്ളണ്ടേ? ഞാൻ വരില്ല ചേച്ചി, എനിക്ക് ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അലീന വേഗം അവൻ്റെ കൈക്ക് കയറി പിടിച്ചു. അവൻ കൈ വിടുവിക്കുവാൻ ശ്രമിക്കുകയാണ്. എടാ മോനെ, ഞാനല്ലേ നിന്നെ വിളിക്കുന്നത്, നിന്റെ കൂടെ ഞാനുമുണ്ട്, പിന്നെന്താണ്? സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ അവളുടെ അപേക്ഷ അവനെ മെല്ലെ ദുർബലനാക്കി. ചേച്ചി, ഞാൻ എങ്ങനെയാണ് പുറത്തേക്ക് വരിക? എടാ, കള്ളന്മാർക്കല്ലേ ഒളിച്ചിരിക്കേണ്ടി വരുന്നത്, നല്ല മനുഷ്യർക്ക് പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പേടിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഇത് പറഞ്ഞപ്പോൾ ഒടുവിൽ മനസ്സില്ല മനസ്സോടെ അവൻ വഴങ്ങി. റോഡിലിറങ്ങിയപ്പോൾ അവൻ പരിഭ്രമത്തോടെ ചുറ്റും നോക്കുന്നുണ്ട്. ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെങ്കിലും തന്നെ നോക്കുമോ, തിരിച്ചറിയുമോ? ആരുടെയെങ്കിലും കല്ലേറും പരിഹാസവും ഏൽക്കേണ്ടി വരുമോ? ആകെ ഒരു ആശ്വാസമുള്ളത് അലീന കൂടെയുണ്ട് എന്നുള്ളത് മാത്രമാണ്. അവൻ ആ സമയത്ത് ഒരു രക്ഷാകവചമായിരുന്നു. അവളേക്കാൾ ഒരു ചുവട് പിൻപിൽ നിൽക്കുവാൻ അവൻ ശ്രദ്ധിച്ചു. കഴിയുന്നിടത്തോളം ആരുടെയും മുഖത്ത് നോക്കാതെ തല താഴ്ത്തി നടന്നു. അലീന ഒപ്പം നിന്ന് അവൻ്റെ കരം കവർന്നു. നീ ആരെയാടാ ഭയപ്പെടുന്നത്? തല നിവർത്തി അങ്ങോട്ട് നടക്ക്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ പിടിച്ച് തന്നോട് ചേർത്ത് നടത്തി. ഈ സമയത്ത് അവൻ്റെ മുഖത്ത് വലിയൊരു ആശ്വാസം പടർന്നു. വഴിയിൽ കൂടി പോകുന്നവരിൽ പലരും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിലർ രോഹിത്തിനെ ചൂണ്ടിക്കാട്ടി അവരനോട് അടക്കം പറയുന്നുമുണ്ട്. ഇതൊക്കെ അവൻ കാണുമ്പോൾ അവന് വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട, ധൈര്യമായിട്ട് മുൻപോട്ട് നടക്ക്. അങ്ങനെ ആ നടത്തമൊടുവിൽ കടപ്പാട്ടൂർ ക്ഷേത്ര നടയ്ക്ക് മുൻപിൽ അവസാനിച്ചു. അലീന ക്ഷേത്രത്തിൻ്റെ വാതുക്കൽ ചെരുപ്പുകൾ അഴിച്ചു വെക്കുന്നത് കണ്ടുകൊണ്ട് അമ്പരപ്പോട് കൂടി അവൻ ചോദിച്ചു, എന്തിനാ ചെരുപ്പ് അഴിക്കുന്നത്? അല്ല, ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് തൊഴുതിട്ട് പോവാടാ. അലീന ചേച്ചി ക്രിസ്ത്യാനിയല്ലേ? അതെ, പക്ഷേ ദൈവം ക്രിസ്ത്യാനിയല്ലല്ലോ. ഒരു മന്ദഹാസത്തോടു കൂടിയാണ് അവളത് പറഞ്ഞത്. രോഹിത് അതിശയത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. മോനെ, ദൈവത്തിന് മതമില്ലെന്നാ ബ്രിജിത്ത മമ്മി ഞങ്ങളെ പഠിപ്പിച്ചത്. നമുക്കിഷ്ടമുള്ള പേരിട്ട് വിളിക്കാം, നമുക്കിഷ്ടമുള്ള മതത്തിൽ ദൈവത്തെ ചേർക്കുകയും ചെയ്യാം. എന്നാലും അലീന ചേച്ചിക്കൊരു ദൈവം ഉണ്ടാവുമല്ലോ. അലീന ഒരു ദീർഘശ്വാസം എടുത്ത് ക്ഷേത്രത്തിൻ്റെ മൂലയ്ക്കേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ദേ അങ്ങോട്ട് നോക്കിക്കേ, ആ പിഞ്ചു കുഞ്ഞിനെ പോലെയുള്ള ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരിൽ പലരും വിശന്ന് കരയുന്ന അനാഥ കുഞ്ഞുങ്ങളാണ്.
അവരാണ് എൻ്റെ ദൈവം. അത് രോഗിയാണ്, പക്ഷെ അതിന് മരുന്നില്ല. അതിന് തണുക്കുന്നുണ്ട്, നല്ലൊരു കുപ്പായമില്ല. ഒറ്റയ്ക്കിരിക്കുവാൻ ആ കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്, പക്ഷേ അതിന് അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ആരുമില്ല. ആ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ വേറൊരു ദൈവത്തെയും സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. ആ ദൈവത്തിന് ജാതിയും മതവും ഒന്നുമില്ലടാ. ഇത് പറയുന്നതിനിടയിൽ അലീനയുടെ കണ്ടമിടറുകയും കണ്ണുകൾ നനയുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് രോഹിത് വളരെ ആശ്ചര്യത്തോടെ മെല്ലെ ചെരുപ്പഴിച്ചു വെച്ചു. അലീനയോടൊപ്പം അവനും ക്ഷേത്രവളപ്പിനുള്ളിലേക്ക് നടന്നു. ശ്രീകോവിലിന് മുൻപിലെത്തിയപ്പോൾ അലീന അവൻ്റെ ചെവിയിൽ മെല്ലെ മന്ത്രിച്ചു. സമസ്ത അപരാധങ്ങൾക്കും മാപ്പ് ചോദിക്കണം കേട്ടോ. മനസ്സിലെ കളങ്കമെല്ലാം കഴുകിക്കളയണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പറയണം. കൂപ്പിയ കരങ്ങളോടുകൂടി രോഹിത് മിഴികൾ പൂട്ടി പ്രാർത്ഥനാനിരതനായി ശ്രീകോവിലിന് മുൻപിൽ നിന്നു. അവനോട് ചേർന്ന് അലീനയും. തൻ്റെ അനുജന്റെ ഹൃദയത്തിൽ നന്മയുടെ വെളിച്ചം നിറയ്ക്കണമേ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവളോട് ചേർന്ന് അങ്ങനെ നിൽക്കെ മനസ്സിലൊരു തെളിച്ചം വ്യാപിച്ചു വരുന്നുണ്ടെന്ന് രോഹിത്തിന് തോന്നി. ആത്മധൈര്യത്തിൻ്റെ പ്രകാശരശ്മികളാണ് എന്നുള്ളതും അവന് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. തൊഴുതു മടങ്ങുമ്പോൾ അലീന രോഹിത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴത്തെ ജാള്യതയും സങ്കോചവും ഒന്നുമില്ല. കണ്ണുകളിൽ പ്രസന്നത ഓളം വെട്ടുന്നുണ്ട്. അവൻ അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി മെല്ലെ മന്ദഹസിച്ചു. അവൻ തൻ്റെ കൈ നീട്ടി അവളുടെ കരം ഗ്രഹിച്ചു. നടക്കുന്നതിനിടയിൽ റോഡിൽ ആരൊക്കെയോ അവനെ തിരിച്ചറിഞ്ഞ് അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ചില കമൻറ്റുകളും പിന്നിൽ നിന്ന് കേട്ടു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ഇരുവരും വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം അലീന അവനോട് ചോദിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞാൽ മടി കൂടാതെ നിനക്ക് ചെയ്യാൻ പറ്റുമോ? സംശയിച്ചിട്ടാണെങ്കിലും അവൻ അനുകൂലാർത്ഥത്തിൽ തലയാട്ടി. നീ കാരണം എത്രയോ പേര് എന്തുമാത്രം മനോവിഷമം അനുഭവിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഒരു വാക്ക് സോറി പറയണ്ടേ? രോഹിത്തിൻ്റെ മുഖത്ത് ഒരു വല്ലായ്മ പടർന്നു. അച്ഛൻ അനുഭവിച്ച വേദനയും അപമാനവും എത്രയാണെന്ന് നിനക്കറിയുമോ? അതുപോലെ തന്നെ ബബിതയും കൃഷ്ണമോളും മാനക്കേട് കാരണം 3 ആഴ്ചയോളം സ്കൂളിൽ പോലും പോയില്ല. ആ സമയത്ത് ആശുപത്രിയിലായിരുന്നുവെങ്കിലും രോഹിത്തിൻ്റെ അമ്മയ്ക്ക് ഒത്തിരി മനപ്രയാസമുണ്ടായിട്ടുണ്ട്. നമ്മൾ കാരണം അനുഭവിച്ച വേദന മാറണമെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുക തന്നെ വേണം. രോഹിത്തിന് മിണ്ടാട്ടമില്ല. എടാ മോനെ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നിനക്കൊരു കുറച്ചിലും ചമ്മലും ഒക്കെ തോന്നുമായിരിക്കും. എന്നാലും സാരമില്ല. നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരം പകുതി മാഞ്ഞു കിട്ടും. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുക കൂടി ചെയ്യുമ്പോൾ പിന്നെ ഒട്ടും ഭാരമില്ലാതെയാവും. നമ്മളൊരപ്പൂപ്പൻ താടി പോലെയാവും. വല്ലാത്തൊരു സങ്കോചത്തോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രോഹിത് പറയുകയാണ്, ചേച്ചി, എനിക്ക് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാൻ വയ്യ. എനിക്കതിനുള്ള ധൈര്യമില്ല. അച്ഛൻ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടാണോ? ഒന്നുമില്ല. അച്ഛൻ സന്തോഷിക്കത്തേ ഉള്ളടാ. ഇത് പറയുമ്പോൾ രോഹിത്തിൻ്റെ മുഖത്ത് സന്നദ്ധതയുടെ ലാഞ്ചന അവൾ കണ്ടു. ആരും നിന്നെ വിഷമിപ്പിക്കത്തില്ല, ഞാൻ ഉറപ്പു തരാം. ഇത് പറഞ്ഞിട്ട് അവൾ അവനെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് പോയി അവൾ ബാലചന്ദ്രമേനോനെയും ബബിതയെയും കൃഷ്ണമോളെയും വിളിച്ചിട്ട് രോഹിത്തിന് എന്തോ സംസാരിക്കാനുണ്ട് എന്നറിയിച്ചു. എന്താണ് കാര്യമെന്ന് മാത്രം പറഞ്ഞില്ല. ബബിതയും കൃഷ്ണജയും ആകാംക്ഷയോടെ ബാലചന്ദ്രമേനോന്റെ മുറിയിലേക്കെത്തി. അലീന തുടർന്ന് ചെന്ന് രോഹിത്തിനെ വിളിച്ചു. ചെല്ല്, അച്ഛൻ്റെ റൂമിലുണ്ട് 3 പേരും. എന്താ സംഭവമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. രോഹിത് ഒരു ധർമ്മസങ്കടത്തോടുകൂടി അലീനയുടെ മുഖത്തേക്ക് നോക്കി. ആ കാഴ്ച കണ്ടുകൊണ്ട് അലീന പറയുകയാണ്, എടാ മോനെ, ഒരൊറ്റ വാക്കുപോരെ, അതുകൊണ്ട് അവരുടെ എല്ലാ സങ്കടങ്ങളും തീരില്ലേ? ഇത് കേട്ടുകൊണ്ട് രോഹിത്ത് മെല്ലെ മുറി വിട്ട് പുറത്തേക്കിറങ്ങി. അച്ഛൻ്റെ മുറിയുടെ വാതിലിനരികെ അല്പനേരം അവൻ ശങ്കിച്ചു നിന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കയറി. മേശക്കരികെ നിൽക്കുകയാണ് ബാലചന്ദ്രമേനോൻ. ബബിതയും കൃഷ്ണജയും കിടക്കക്കരികിൽ നിൽപ്പുണ്ട്. രോഹിത്ത് അറച്ചറച്ച് അച്ഛൻ്റെ മുൻപിലേക്ക് ചെന്നു. അച്ഛൻ്റെ മുഖത്തടിക്കും വീതം താൻ പറഞ്ഞിട്ടുള്ള കഠിന പദങ്ങളൊക്കെ അവൻ പെട്ടെന്നോർത്തു. അച്ഛനും അലീനയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ, താൻ മൂലം കുടുംബത്തിനുണ്ടായ ദുഷ്പേരും അപമാനവും എല്ലാം അവൻ്റെ മനസ്സിൽ ഇരമ്പിയാർത്തു. ബാലചന്ദ്രമേനോന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇടറിയ ഖണ്ഡത്തോടുകൂടി അവൻ പറയുകയാണ്, ഞാൻ അച്ഛൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ വന്നതാണ്. അത് കേട്ടപ്പോഴേക്കും ബാലചന്ദ്രമേനോൻ വല്ലാതെയായി. ഞാൻ അച്ഛനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അച്ഛ. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവൻ അച്ഛൻ്റെ നേർക്ക് കൈകൂപ്പി. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ... ആ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ബാലചന്ദ്രമേനോൻ അവനെ ഗാഢമായി ആശ്ലേഷിച്ചു. നിറകണ്ണുകളോടുകൂടി അവൻ്റെ പുറത്ത് തലോടി. അത് കണ്ടുകൊണ്ട് നിന്ന കൃഷ്ണജയ്ക്ക് കരച്ചിലടക്കുവാൻ കഴിഞ്ഞില്ല. ബബിത കണ്ണു നീറുന്നത് പോലെ തോന്നിയിട്ട് നോട്ടം മറ്റെവിടേക്കോ മാറ്റിക്കളഞ്ഞു. കൃഷ്ണജ ഷാള് കൊണ്ട് കണ്ണു തുടയ്ക്കുമ്പോഴേക്കും രോഹിത്ത് അവളുടെ മുൻപിൽ വന്നു. കൃഷ്ണജയുടെ കൈയെടുത്ത് പിടിച്ചുകൊണ്ട് അവൻ കണ്ണുനീരോടുകൂടി പറഞ്ഞു, ഞാൻ കാരണം നിങ്ങൾക്കും ഒത്തിരി സഹിക്കേണ്ടി വന്നു എന്ന് എനിക്കറിയാം. ഏട്ടൻ അങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി. ഇനി ക്ഷമ ചോദിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. സോറി. അത്രയും കേട്ടപ്പോഴേക്കും കൃഷ്ണജ വിതുമ്പലോടുകൂടി അവൻ്റെ തോളത്തേക്ക് മുഖമർപ്പിച്ചു. തുടർന്ന് അവൻ ബബിതയോടും സോറി പറഞ്ഞു. ക്ഷമിക്കണം മോളെ. ബബിതയുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടെങ്കിലും കരയാതെ പിടിച്ചു നിൽക്കുകയാണവൾ.
പക്ഷേ കണ്ണുകൾ തുളുമ്പുന്നത് നിയന്ത്രിക്കാൻ അവൾക്കും കഴിഞ്ഞില്ല. തുടർന്ന് രോഹിത് വാതിക്കലേക്ക് തിരികെ നടന്നു. അവിടെ പാതി മറഞ്ഞു നിൽക്കുകയാണ് അലീന. അവളുടെ കവിളത്ത് കണ്ണുനീർ ചാലുകൾ കാണായി വന്നു. മുഖത്ത് ചിരിയും കരച്ചിലും ഒരുപോലെ വിരിഞ്ഞു. രോഹിത് അടുത്തെത്തിയപ്പോൾ അവൾ അവനെ മൃദുവായി ആശ്ലേഷിച്ചു. തൻ്റെ കൈപ്പടം കൊണ്ട് അവൻ്റെ കവിൾത്തടങ്ങൾ തുടച്ചു. നെറ്റിയിൽ ഒരു ഉമ്മയും നൽകി. രോഹിത് നാണം കലർന്നൊരു സങ്കടത്തോടെ അവൻ്റെ മുറിയിലേക്ക് പോയി. ഈ കാഴ്ച കണ്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ അലീനയുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകളിൽ നനവൂറിയിരുന്നു. അതിൽ നന്ദിയും സ്നേഹാധിക്യവും വാത്സല്യവും ആനന്ദവും സാഫല്യവും എല്ലാം തിളങ്ങിക്കൊണ്ടായിരുന്നു. അലീനയുടെ കൈയെടുത്ത് കൂട്ടിപ്പിടിച്ച് അയാൾ എന്തോ പറയുവാൻ ഭാവിച്ചപ്പോൾ അവൾ തടഞ്ഞു. അച്ഛൻ എന്നോടൊന്നും പറയണ്ട. അന്യരോടല്ലേച്ച നന്ദിയും കടപ്പാട്ടും ഒക്കെ കാട്ടുന്നത്. ബാലചന്ദ്രമേനോൻ അവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അവൾ പറഞ്ഞത് താൻ അന്യയല്ലെന്നാണ്, ഇതേ കുടുംബത്തിലെ അംഗമാണെന്നാണ്. ചെയ്യേണ്ട കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള അർത്ഥം. അതിൻ്റെ മേൽ ഭംഗിവാക്കുകളും പ്രശംസയും ചൊരിയണ്ട എന്നുള്ള താക്കീത്. ബാലചന്ദ്രമേനോൻ പതിയെ തലകുലുക്കി അംഗീകരിച്ചു. തുടർന്ന് കാണുന്നത് അലീന അടുത്ത ദിവസം രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. ബൈക്കിലാണ് യാത്ര. ബൈക്കിൽ രോഹിത്തിൻ്റെ പിൻപിലിരുന്നു കൊണ്ട് അവൾ വഴിയുടെ വളവും തിരിവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രോഹിത്ത് വേഗം കുറച്ചാണ് വണ്ടി ഓടിച്ചത്. കാരണം അലീനയ്ക്ക് ബൈക്കിലിരുന്ന് അത്ര പരിചയമില്ല. അവൾ ആദ്യമായിട്ടാണ് ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നത് തന്നെ. വളവുകൾ തിരിയുമ്പോൾ താഴെ വീഴാതിരിക്കുവാൻ അവൾ അവൻ്റെ തോളിൽ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു. കുറെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കും റോഡിൻ്റെ വീതി കുറഞ്ഞു വരുന്നത് കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു, അല്ല, നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? എങ്ങോട്ടായാലെന്താ? നിനക്ക് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. ഓ, ഹെൽമറ്റ് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ എന്തിനു പേടിക്കാനാണ്? അതുകൊണ്ടല്ല ചേച്ചി. പിന്നെ അല്ല, അലീന ചേച്ചി കൂടെയുള്ളത് കൊണ്ട് എനിക്ക് പേടിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു പ്രശംസയുണ്ടെന്ന് അവൾക്കറിയാമെങ്കിലും അവൻ അങ്ങനെ പറയുന്നത് കേൾക്കുവാൻ അവൾക്കും ഒരു ഇഷ്ടമുണ്ടായിരുന്നു. രോഹിത്തിന് യാതൊരു ഊഹവുമില്ല എങ്ങോട്ടാണ് ഈ യാത്രയെന്ന്. വീട്ടിൽ നിന്ന് ബൈക്കിൽ പുറപ്പെടാൻ നേരം അവൻ ചോദിച്ചപ്പോഴും അവളൊരു സൂചനയും കൊടുത്തിരുന്നുമില്ല. എന്നാലും അവൾക്കൊപ്പം എവിടേക്കും പോകുവാൻ അവനിപ്പോൾ ധൈര്യമുണ്ട്. അവനറിയാം, ഒരാപത്ത് വന്നാൽ സ്വന്തം ജീവൻ ത്യജിച്ചും അവൾ അവനെ രക്ഷിക്കുമെന്ന്. ബൈക്കൊരു മൈതാനം കടന്ന് അഴുക്കുചാലിനും മീതെ പാലം പോലെയിട്ട വീതിയുള്ള കോൺക്രീറ്റ് സ്ലാബിലൂടെ മറുപുറം കടന്നു. അലീന ചൂണ്ടിക്കാട്ടിയ വീടിൻ്റെ മുറ്റത്ത് ബൈക്ക് നിന്നു. അലീന ബൈക്കിൽ നിന്നിറങ്ങി. എൻജിൻ ഓഫ് ചെയ്തിട്ട് രോഹിത് സംശയത്തോടെ അലീനയെ നോക്കി. അലീന പറയുകയാണ്, ഇറങ്ങി വാ. അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി. രോഹിത് ഹെൽമറ്റ് അഴിക്കുമ്പോഴേക്കും അലീന ചേച്ചി എന്നൊരു നിലവിളി കേട്ടു. ഒരു പെൺകുട്ടി വീടിനുള്ളിൽ നിന്നും ഓടി ഇറങ്ങി വരുന്നതും കണ്ടു. മുറ്റത്തേക്ക് ചാടാനിരുങ്ങി അവൾ ഞെട്ടി എന്നതുപോലെ പെട്ടെന്നൊന്ന് നിന്നു. രോഹിത്തിൻ്റെ മുഖത്തേക്ക് അവൾ പകച്ചു നോക്കി. രോഹിത്തും അവളെ കണ്ട് സ്തബ്ധനായിപ്പോയി. ഹരിശങ്കറും കൂട്ടുകാരും ചേർന്ന് അന്തിനാട്ടെ റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള വീട്ടിൽ വെച്ച് മാനഭംഗപ്പെടുത്തിയ പെൺകുട്ടി ശരണ്യ. ശരണ്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അലീന ചോദിക്കുകയാണ്, നീ എന്താണ് അവിടെ നിന്ന് കളഞ്ഞത്? ഒരു വിറയലോടെ ശരണ്യ പിന്നോക്കം നീങ്ങുവാൻ തുടങ്ങി. അവൾ അകത്തേക്ക് ഓടിക്കയറുവാൻ പോവുകയാണ്. അലീന പുറകിൽ നിന്നുകൊണ്ട് വിളിച്ചു, മോളെ ശരണ്യേ. ആ വിളി അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ വിറയലോടെ ഭയത്തോടെ മുറിക്കുള്ളിലേക്ക് ഓടിക്കയറി. അലീന ഈ സമയത്ത് രോഹിത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. രക്തമയമില്ല അവൻ്റെ മുഖത്ത്. ഒരു ഭീതി അവനെ ആകെ ഗ്രസിച്ചിരിക്കുന്നു. അവൻ അമ്പരപ്പോടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചു. ചെറിയ ചെറിയ വീടുകൾ നിരന്ന കോളനി. തൻ്റെ സഹോദരിയെന്ന് തെറ്റിദ്ധരിച്ച് അലീനയെ മർദ്ദിച്ച് അവശയാക്കുകയും മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ പാർക്കുന്ന സ്ഥലം. ശരണ്യയുടെ വീട്. രോഹിത്ത് ഭയന്നുപോയി. ചുറ്റുവട്ടങ്ങളിലുള്ള പലരും രോഹിത്തിൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് അവൻ അമ്പരപ്പോടെ നോക്കിക്കണ്ടു. മഴത്തോരു മുൻപ് എന്ന സീരിയലിൽ അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ആകാംക്ഷാഭരിതമായ ഉദ്വേഗജനകമായ ആ നിമിഷങ്ങൾക്ക് വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.